കായണ്ണ വില്ലേജിലെ ഭൂമിയിൽ പാറ പൊട്ടിക്കാനുള്ള ലൈസൻസിന്റെ മറവിലാണ് കൂരാച്ചുണ്ട് വില്ലേജിലെ സർക്കാർ ഭൂമിയിൽ സ്വകാര്യ വ്യക്തി ഖനനം നടത്തിയത്. ക്വാറിയുടമയായ കിഴക്കരക്കാട്ട് ജോസഫിന് 58 ലക്ഷം രൂപ കൊയിലാണ്ടി തഹസിൽദാർ പിഴയിട്ടു. 13,200 ക്യൂബിക് മീറ്റർ കരിങ്കല്ല് സർക്കാർ ഭൂമിയിൽ നിന്നും ജോസഫ് മോഷ്ടിച്ച് കടത്തിയെന്നും തഹസിൽദാരുടെ റിപ്പോർട്ടിൽ പറയുന്നു. കൂരാച്ചുണ്ട് വില്ലേജിലെ പുറമ്പോക്ക് ഭൂമി കയ്യേറി കായണ്ണ സ്വദേശി സജി മാത്യു എന്ന ക്വാറിയുടമയും ഖനനം നടത്തി. സജി മാത്യുവിന് 56 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത്. ഇതേ വില്ലേജിൽ സർക്കാർ ഭൂമി കയ്യേറി ഖനനം നടത്തിയ മറ്റൊരു ക്വാറിയുടമ രാജു ആന്റണിക്ക് 22 ലക്ഷം രൂപയും പിഴയിട്ടു. ഇതേ കുറ്റം ചെയ്ത മുസ്തഫ കുറുളി കുനിയിൽ എന്ന ക്വാറിയുടമയ്ക്ക് 7 ലക്ഷം രൂപയും പിഴയിട്ടു. കായണ്ണ വില്ലേജിൽ പാറ പൊട്ടിക്കാനുള്ള ലൈസൻസിന്റെ മറവിലാണ് തൊട്ടടുത്ത കൂരാച്ചുണ്ട് വില്ലേജിലെ സർക്കാർ ഭൂമിയിൽ 4 പേരും പാറ പൊട്ടിച്ച് കോടികൾ കൈക്കലാക്കിയത്. പുറമ്പോക്ക് ഭൂമിയിൽ ഖനനം നടത്തുക വഴി ക്വാറിയുടമകൾ സർക്കാരിന് വൻ നഷ്ടമുണ്ടാക്കിയെന്നും അതിനാൽ മോഷണക്കുറ്റം ചുമത്തുന്നതായും തഹസിൽദാർ സജീവ് ദാമോദറുടെ റിപ്പോർട്ടിൽ പറയുന്നു. കോഴിക്കോട് ജില്ലാ കളക്ടർ CA ലതയ്ക്കാണ് തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. തഹസിൽദാരുടെ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി വരെ പോകാനുള്ള സമ്പത്ത് ക്വാറി മാഫിയകളുടെ കയ്യിലുണ്ട്. ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും ഈ റിപ്പോർട്ടിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. ക്യാമറ പേഴ്സൺ ദിലീപിനൊപ്പം KB അരുൺ, മീഡിയ 1, കോഴിക്കോട്.